പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 2 ഗഡു കൊടുക്കാനുണ്ട്. 5 DA ഇതുവരെ കൊടുത്തിട്ടില്ല. ലീവ് സറണ്ടർ പുനഃസ്ഥാപിച്ചിട്ടില്ല. ഒന്നിനും പൈസ ഇല്ലെന്നാണ് പറയുന്നത്. ഒരു കാര്യത്തിനും പൈസ ഇല്ല. ഒരുപാട് പണം പല കാര്യങ്ങൾക്ക് സാമൂഹ്യ ക്ഷേമ പരിപാടികളുടെ ഭാഗമായി കിട്ടേണ്ട പണം പലർക്കും കിട്ടിയിട്ടില്ല. എന്നിട്ട് ഇതുകൂടാതെ ഈ 125 കോടി രൂപ കൊടുത്താതെ ഇനി അമേരിക്കയിലും സൗദി അറേബ്യയിലും ലോക മലയാള സമ്മേളനം എന്ന് പറഞ്ഞിട്ട് ടൂർ പോകാൻ പോവാണ് എല്ലാവരും കൂടി. അപ്പൊ ഇവർക്ക് അല്ലാതെ ഇത് ആർക്കെങ്കിലും കഴിയോ? എന്തും ചെയ്യാം കേരളത്തിൽ എന്നുള്ളൊരു ധിക്കാരമാണ് സർക്കാരിന്. ഇത് സർക്കാർ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു, ഞാൻ അവസാനത്തെ ദിവസം ഒരു കത്ത് കൊടുത്തു. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രമാത്രം ജപ്തി നോട്ടീസുകൾ പ്രവഹിച്ച കാലം ഉണ്ടായിട്ടില്ല, ഇത്രമാത്രം ജപ്തി നടപടികൾ ഉണ്ടായിട്ടുള്ള കാലം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ ജപ്തി നടപടികൾ ഒന്നും ഗവൺമെന്റ് ഒരു തരത്തിൽ ഇടപെട്ടില്ല. ഏറ്റവും മിനിമം കുടിശ്ശിക നിവാരണ മാസമായിരുന്നു മാർച്ച്. സഹകരണ സ്ഥാപനങ്ങളിൽ, കേരള ബാങ്കിലും സഹകരണ സംഘങ്ങളിൽ അതെങ്കിലും ഒന്ന് ഏപ്രിൽ 30 വരെ നീട്ടി ആളുകൾക്കൊന്ന് അത് അടയ്ക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്ന് മുഖ്യമന്ത്രിക്കും സഹകരണ മന്ത്രിക്കും കത്ത് കൊടുത്തിട്ട്, ധനകാര്യമന്ത്രിക്കും കത്ത് കൊടുത്തിട്ട് ഒരു പ്രതികരണമില്ല. അപ്പൊ മനുഷ്യൻ ഏറ്റവും പ്രയാസപ്പെടുന്ന, ഏറ്റവും കൂടുതൽ കിടപ്പാടങ്ങളും കൃഷിയിടങ്ങളും ജപ്തി ചെയ്ത കാലമാണ്.